എല്ലാവർക്കും ജയശ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഗണിത വിജയത്തിൻ്റെ 3 കളികൾ കളിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ 4ാമത്തെ കളിയായിട്ടാണ് കളിക്കാൻ പോകുന്നത്. 4ാമത്തെ കളിൻ്റെ പേര് കുറയ്ക്കാൻ മറയ്ക്കാൻ എന്നാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചിട്ട് അതിൽ ഓളും കൂടി നിൽക്കുക. എന്നാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ. ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇതാ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഗണിത വിജയത്തിൻ്റെ പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഡൊമിനോ കളിയുടെ വീഡിയോ ആയിരുന്നു. നിങ്ങളെല്ലാവരും ഡൊമിനോ കളി കളിച്ചില്ലേ? രണ്ടാമത് കളിച്ചത് നമ്മൾ ക്രിയകൾ ഉപയോഗിച്ച് ഡൈസ് എറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. മൂന്നാമത് കളിച്ചിരുന്നത് ഹരണമായിരുന്നു. ഇതിലൂടെയൊക്കെ വളരെ പ്രയാസത്തിൽപ്പെട്ട ഗണിതങ്ങളെ എളുപ്പത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ ഗെയിം ആണ് കുറയ്ക്കാം മറക്കാം എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെയൊക്കെ കുറയ്ക്കാനുള്ള സംഖ്യകളാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബോർഡിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഈ ഗെയിം കളിക്കാൻ വേണ്ട ഉപകരണങ്ങളെ പരിചയപ്പെടുത്തണം. ഇതുപോലത്തെ ടോക്കനുകൾ കാണും. 10 ടോക്കനുകളെങ്കിലും ഇതുപോലത്തെ നമ്മൾ കരുതണം. 2 കളറിലുള്ള 10 ടോക്കനുകൾ കരുതണം. അതുപോലെ ഒരു ഡൈസും നമ്മളുടെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ ഗെയിം കളിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ 11 - 7 11 കുറയ്ക്കണം 7 അതാണുള്ളത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4 എന്നാണല്ലോ. അപ്പോൾ 4 എന്ന ഈ സംഖ്യയെ ഈ കളിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോക്കൻ ഉപയോഗിച്ച് മറയ്ക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ? ഈ ഡൈസ് ഇങ്ങനെ കൊണ്ടുപോയി ഡൈസ് എറിയുന്ന സംഖ്യ എത്രയാണോ ആ സംഖ്യയുടെ നേരെ ഈ ടോക്കൺ വെക്കുക. അങ്ങനെ ഇവിടെ 9 - 8 1 ആണ്. അപ്പോൾ നമ്മൾ 1നെ മറയ്ക്കുന്നു. അങ്ങനെ ആ സംഖ്യകളെ മറച്ചിട്ട് ആദ്യം ഇവിടെ ആരുടെ ടോക്കനാണോ എത്തുന്നത് അവരിൽ നിന്ന് കളി അവസാനിക്കുക. എന്നിട്ട് എത്ര ടോക്കനാണോ മറച്ചു വെച്ചത്, എത്ര കളറിലെ ടോക്കനാണോ മറച്ചു വെച്ചത്, അവരാണ് ഈ കളിയുടെ വിജയിയായി കണക്കാക്കപ്പെടുന്നത്. അപ്പം മക്കൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നോട്ട് പുസ്തകത്തിൽ നമ്മൾ മൈനസ് ചെയ്യണം. നോട്ട് പുസ്തകത്തിലാണ് നമ്മൾ ഈ ക്രിയ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു പേപ്പർ എടുത്തിട്ട് ഇപ്പം 37 - 9 എന്ന് എഴുതുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആ സംഖ്യകളാണ് നമ്മൾ അടിയിൽ എഴുതുന്നത്. ഒരു പ്രത്യേക കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട, സംഖ്യകൾ എഴുതുമ്പോൾ അതതിൻ്റെ സ്ഥാനത്തിന് നേരെ മാത്രമേ നിങ്ങൾ എഴുതാവൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1s ഉം 10s ഉം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മക്കളെ ഈ ഗെയിമിലേക്ക് നിങ്ങൾ പോകാൻ. ഓക്കെ, നമുക്ക് നല്ലൊരു ഗെയിം കളിക്കാം. ഓക്കെ കുട്ടികളെ, ഇതാണ് നമ്മളെ ഗെയിം. ഇതാണ് ഗെയിം ബോർഡ്. ഇവിടെ 2 ടോക്കനുകളാണ് വെച്ചിരിക്കുന്നത്. പച്ച മകളുടെ ജസയുടേതും മഞ്ഞ എൻ്റേതുമാണ്. ഇനി ഡൈസ് എറിയുകയാണ്. ആദ്യമായിട്ട് ഡൈസിൽ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്ന ആളാണ് കളി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എനിക്ക് കിട്ടിയത് 6 ആണ്. ഇനി ജസ, എനിക്ക് കിട്ടിയത് 1 ആണ്. അപ്പം ഞാനാണ് ആദ്യം കളി തുടങ്ങേണ്ടത്. അപ്പം ഞാൻ ഇതാണ്. അതെ, ജസ കിട്ടിയിരിക്കുന്നത് 5 ആണ്. 1 2 3 4 5. ഫസ്റ്റ് തന്നെ അൺലക്കിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. മൃഗത്തിന്റെ ചിത്രമാണ്. അപ്പം ഇവിടെ ഡൈസ് ഒന്നും മറയ്ക്കാനില്ല. ഇനി എൻ്റെ ഉയരമാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ്. 37 - 9 28 ആണ്. നമ്മുടെ ഈ പോർട്ടിൽ തന്നെ ഇല്ല. അതുകൊണ്ട് അൺലക്കി, ഞാനും അൺലക്കിയാണ്. നോക്കാം, എനിക്ക് കിട്ടിയിരിക്കുന്നത് 4 ആണ്. 1 2 3 4. എനിക്കവിടെ കിട്ടിയിരിക്കുന്നത് 11 - 6. 11 - 6 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഈ 5 എന്ന സംഖ്യയെ ഞാനിത് അവിടെ ടോക്കൺ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായി സംഖ്യ മറച്ചിരിക്കുകയാണ് കേട്ടോ. 14 - 7 അവർ 7 ആണ് ആൻസർ വന്നിരിക്കുന്നത്. 7 അവർ ടോക്കൺ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇനി നോക്കുക, ഇനി എൻ്റെതാണ്. എനിക്ക് കിട്ടിയ 3 ആണ്. 1 2 3 8 - 8 എനിക്ക് 0 ആണ്. 0യെ ഞാൻ വേഗം ടോക്കൺ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇനി നോക്കുക, 13 കുറയ്ക്കണം 9 13 - 9 4 ആണ് ആൻസർ വന്നിരിക്കുന്നത്. 4നെ അവർ എന്ത് ചെയ്യുന്നു? ഡൈസ് ഉപയോഗിച്ച് ടോക്കൺ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 4 ആണ്. 1 2 3 4 12 - 6 അല്ലേ? 12 - 6 12 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 6നെ ഞാൻ എന്ത് ചെയ്തു? ടോക്കൺ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. ഇവിടെ അൺലക്കിയാണ്. മൃഗത്തിന്റെ ചിത്രം വന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എൻ്റെ ഊഴമാണ്. ഞാൻ കളിക്കുന്നത്. എനിക്ക് കിട്ടിയത് 1 ആണ്. 21 - 3 18 ആണ്. 18 നമ്മളെ പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറയ്ക്കാനൊന്നുമില്ല. ഇനി 2 ആണ്. 36 - 8 28 ആണ്. 28നെ നമുക്ക് എന്ത് ചെയ്യാൻ? ഇവിടെ മറയ്ക്കാൻ ഒന്നും സംഖ്യകളില്ലാത്തത് കൊണ്ട് ഞാൻ എറിയുകയാണ്. എനിക്ക് കിട്ടിയ 4 ആണ്. 1 2 3 4 ഇവിടെ
1 2 3 4 എനിക്ക് 24 മൈനസ് 9 15 ഇവിടെ 15 സംഖ്യ ഇല്ല. എനിക്ക് കിട്ടിയത് 4 ആണ്. 1 2 3 4 25 minus 6 19 ഇവിടെ 11 100. ഇനി അടുത്ത എൻ്റെ വയമാണ്. എനിക്ക് കിട്ടുന്നത് 1 ആണ്. 13 കുറയ്ക്കണം 8 13 കുറയ്ക്കണം 8 ആൻസർ വരുന്നത് 5 ആണ്. 5 നമ്മൾ തുടക്കത്തിൽ ഒന്ന് മറച്ചു രണ്ടാമത് കിട്ടി, ഇവിടെ മറച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ജസയുടെ ഉയമാണ്. 12 minus 7 5 ആണ്. 5 മറച്ച് രണ്ട് 5 മറച്ചു കഴിഞ്ഞത് കൊണ്ട് അവർക്ക് മറയ്ക്കാൻ ചാൻസ് ഇല്ല. ഇനി ലാസ്റ്റ് എൻ്റെ ഉയമാണ്. എനിക്ക് കിട്ടി 5 1 2 3 4 5 36 മൈനസ് 8 28 ആണ്. അതിവിടെ സംഖ്യ ഇല്ല. ഇവിടെ നമ്മുടെ കളി അവസാനിച്ചിരിക്കുകയാണ്. കാരണം ജസ ഫിനിഷിംഗ് പോയിന്റിൽ ടോക്കൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ കളി അവസാനിച്ചിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ കളിയിൽ വിജയിച്ചത് ആരാ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഏറ്റവും അധികം ടോക്കനുകൾ കൊണ്ട് നമ്പറുകൾ മറച്ചത് ആരാന്ന് നോക്കാം. പച്ചയായ ജസ മറച്ചിരിക്കുന്നത് രണ്ടെണ്ണമാണ്. മഞ്ഞയായി ഞാൻ മറച്ചിരിക്കുന്നത് 1 2 3 4 4 അപ്പോൾ എനിക്ക് 4 പോയിന്റും ജസക്ക് 2 പോയിന്റുമാണ്. ഇത് ഈ ഗണിതം വളരെ എളുപ്പത്തിൽ പ്രയാസത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വ്യവകലന ക്രിയകൾ കുറയ്ക്കാനുള്ള ക്രിയകൾ വളരെ വൺസും ടെൻസും രൂപത്തിൽ എഴുതിയിട്ട് രൂപത്തിൽ എഴുതിയിട്ട് കുട്ടികൾക്ക് ചെയ്യാനും ഈ ഗണിത ക്രിയ എളുപ്പമായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അപ്പോൾ മക്കളെല്ലാവരും ഈ ഗണിത ക്രിയ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുപോലെ ഗണിത ക്രിയകൾ കളിച്ച് നമുക്ക് ഗണിതം വളരെ പ്രയാസത്തിൽ നിന്ന് എളുപ്പത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ, താങ്ക്സ്.